ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 5 ഓഫ് സോർഡ്സ് വന്നിരിക്കുന്നു. 5 ഓഫ് സോർഡ്, Nine of Pentacles, Son of Pentacles, Nine of Wands, Six of Wands, Ten of Cups, Two of Cups, the Empress, Seven of Pentacles, Ace of Pentacles, Son of Cups, Mother of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് വാൻഡ്സ് ആണ്. Control. The Fool. Celebration. Abundance. Beyond illusion. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ റിസപ്റ്റിവിറ്റിയാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലേ, ഇവിടെ 7 ചക്രാസും ആക്റ്റീവ് ആകണം. അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ തുടങ്ങണം. ഇതൊക്കെയാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഡിവൈൻ മെസ്സേജ് അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ബോട്ടം ഓഫ് ദി ഡെക്ക് ഇവിടെ വന്നിരിക്കുന്നത്, ടാരോ കാർഡ്സിൻ്റെ വന്നിരിക്കുന്നത് 8 ഓഫ് വാൻഡ്സ് ആണ്. 8 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ
ശ്രദ്ധ ചെലുത്തിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ്. അതായത് കരിയർ ലൈഫിലാണ് മുൻഗണന നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. മുൻപേ ആദ്യം നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ പോകുന്നത് കരിയർ ലൈഫിലാണ്. കരിയർ ലൈഫിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്നുണ്ടോ എന്നുള്ള ശ്രദ്ധയാണ് ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് കരിയർ ലൈഫിൽ ഒരു പ്രോഗ്രസ് വരാൻ പോകുന്നുണ്ട്. കണ്ടില്ലേ ഇവിടെ മഴവില്ലിൻ്റെ റെയിൻബോയുടെ സിമ്പൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ 8 ഓഫ് വാൻസിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വന്നില്ല എങ്കിൽ ഇപ്പോൾ ഇനി അത് ലഭിക്കാൻ പോകുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ യാത്രകൾ ചെയ്ത് മറ്റൊരിടത്തേക്ക് പോകേണ്ടതായിട്ടുണ്ടാകാം, മറ്റൊരു ജോലി സ്ഥലത്തേക്ക് ചിലപ്പോൾ യാത്ര ചെയ്ത് പോകേണ്ടതായിട്ടുണ്ടാകാം. ആ യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്നു. അല്ല, വളരെ സ്പീഡിലാണ് നിങ്ങളുടെ ഈ ആക്ഷൻ നടക്കുന്നത്. നിങ്ങൾ എന്ത് കാര്യത്തിന് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നുവോ അതിൻ്റെ ആക്ഷൻ വളരെ സ്പീഡിൽ നടക്കുന്നു എന്നുള്ളതും ഇവിടെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ടെലിപ്പതി വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ, നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്നവർക്ക് ടെലിപ്പതി വഴി കമ്മ്യൂണിക്കേഷൻ നടത്തുക. അല്ല എങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഏത് കാര്യത്തിലായാലും വളരെയധികം സ്നേഹമായിട്ടിരിക്കുന്നവർ തമ്മിലും പെട്ടെന്നാണ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതും ഇവിടെ പറയാൻ കഴിയുന്നു. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് സോഡ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. നിങ്ങളിലേക്ക് എന്തോ ഒരു ചീറ്റിംഗ് എനർജി വരുന്നുണ്ട്. അതായത് ചീറ്റിംഗ് എനർജി എന്ന് പറയുമ്പോൾ അതായത് നിങ്ങളുടെ കൂടെ ചേർന്ന് നടക്കുന്നവർ നിങ്ങളെ ഇടിച്ചു താഴ്ത്തിയിട്ട് അവർക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം നോക്കി നിൽക്കുന്നു, അല്ലെങ്കിൽ അതിനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും നിങ്ങളെ കുത്തിമലർത്തിയിട്ട് അവർക്ക് ജയിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം വിഷമം അനുഭവിച്ചാലും വേണ്ടില്ല, അപ്പോൾ അവർ പറയുന്നിടത്ത് ജയിക്കണം, എങ്ങനെയെങ്കിലും നിങ്ങളെ തറ പറ്റിക്കണം എന്നുള്ള ശ്രദ്ധയുണ്ട്. അതുപോലെ തന്നെ മോഷണ കാര്യങ്ങളായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കൂടെ നടക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റില്ല, വളരെയധികം സൂക്ഷിക്കണം, അത് മതി. നിങ്ങൾക്കറിയാമല്ല, ആൾക്കാർ നിങ്ങളോടൊപ്പം സഹകരിക്കുന്ന ചില ആൾക്കാരെ നിങ്ങൾക്ക് അറിയാമല്ല. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും മറ്റ് ജോലിക്കാര്യങ്ങളിലായാലും ജോലി സ്ഥലത്തായാലും നിങ്ങൾക്ക് ചീറ്റിംഗ് വരാം. റിലേഷൻഷിപ്പിലായാലോ നിങ്ങളോട് ഒരുപാട് കള്ളം പറഞ്ഞ് നിങ്ങളോട് സാമ്പത്തികം വാങ്ങിച്ചിട്ട് രക്ഷപ്പെടുന്ന ഒരവസ്ഥ അത് പലയിടത്തും ഉണ്ടാവാം. കാരണം എന്താണ്, അവർക്ക് ജയിക്കണം, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കണം. നിങ്ങളോട് അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചിലപ്പോൾ കള്ളം പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചില ഓർണമെൻറ്റ്സോ അല്ല എങ്കിൽ സാമ്പത്തികമോ ഒക്കെ വാങ്ങിച്ചിട്ട് പഞ്ചാര വാക്ക് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും അത് ഈടാക്കി അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക നിങ്ങളറിയാതെ. എന്നിട്ട് നല്ല പിള്ള ചമയുക, നല്ല വ്യക്തിയായി തീരുക. ഒരുപാട് കള്ളങ്ങൾ കാണിച്ചിട്ട് നല്ല വ്യക്തിയായി തീരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക എന്ന് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ് അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. പിന്നീട് സൺ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ പെൻറ്റക്കിൾസ് സാമ്പത്തികത്തിൻ്റെ സഫലതയാണ്. പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വിർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ ഒരു സഫലത വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്രോതസ്സുകൾ വരുന്നുണ്ട്. ആദ്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട്. അതിന് ചുറുചുറുക്കോടുകൂടി അല്ല സണ്ണാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ ചുറുചുറുക്കോടുകൂടിയും വളരെയധികം കളങ്കമില്ലാതെയും നിങ്ങൾ സത്യസന്ധമായി ചെയ്ത ജോലിക്കുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. സത്യസന്ധമായിട്ട് ചെയ്യുന്ന ജോലിക്ക് മനസ്സിലായില്ലേ, അവിടെ കളങ്കം കാണിക്കുന്നവരുണ്ടാവാം. പക്ഷേ നിങ്ങളതിൽ സത്യസന്ധമായിട്ടാണ് നിങ്ങളതിൽ ഇടപെട്ട് നിങ്ങൾ ആ ജോലി ചെയ്തിട്ട് അതിനുവേണ്ടിയുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിനുവേണ്ടിയുള്ള പ്രതിഫലത്തിന് വേണ്ടി ആ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ആ ആദ്യത്തെ ശമ്പളം വാങ്ങിക്കാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാനുണ്ടോ, കുറച്ച് കാലം കൊണ്ടേ ലഭിക്കാനുള്ളതായിരിക്കാം. അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ കണ്ടില്ലേ, സൺ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികത്തിൻ്റെ സമൃദ്ധി വരുന്നുണ്ട്, സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പല വിധത്തിലും നിങ്ങൾക്ക് ഏത് വിധമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് ലാഭമുണ്ടാകുന്നു എന്നുള്ളതും ഇവിടെ പറയാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് ലാഭമുണ്ടാകുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തതായിട്ട് 9 ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. വാൻസ് എന്ന് പറയുമ്പോൾ വാൻസ് ഫയർ സൈനാണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇരുളടഞ്ഞ ഒരു ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് വരികയാണ്. എന്തൊക്കെയോ എല്ലാം കാര്യങ്ങളും നിങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞു. പക്ഷേ ഒന്നുകൂടെ വേണമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. എന്തിനു വേണ്ടി നിങ്ങളൊരു കാത്തിരിപ്പാണ് ഇവിടെ നടത്തുന്നത്.
അത് രാത്രിയിലായാലും പകലായാലും നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കുന്നു. വെയിറ്റിംഗ് എനർജിയാണ്. ആ കാത്തിരിപ്പുകൾ നിങ്ങൾക്കിവിടെ സഫലമാകുന്നു. കണ്ടില്ലേ, ആ വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയായിരിക്കാം, അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടി, പാസ്പോർട്ടിന് വേണ്ടി ഒക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ആവാം, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു റിസൾട്ടിന് വേണ്ടി നോക്കിയിരിക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ അഡ്മിഷന് വേണ്ടി നോക്കിയിരിക്കുന്നവരുണ്ടാവാം. ഈ നോക്കിയിരിക്കുന്ന കാര്യം എന്തായാലും നിങ്ങളിലേക്കത് പോസിറ്റീവായ ഒരു റിസൾട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലോ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ ആയിട്ടിരിക്കുന്നവർ, അവർ കൂടെ വന്നില്ല എങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആവും, എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് വളരെയധികം ആകാംക്ഷയോടുകൂടി, അല്ലെങ്കിൽ വളരെയധികം ആവേശത്തോടുകൂടിയും വളരെയധികം ദുഃഖത്തോടു കൂടിയും നോക്കിയിരിക്കുന്ന എനർജി. അവർ വന്നു ചേർന്നില്ല എങ്കിൽ വലിയ വിഷമത്തിലേക്കാണ് പോകാൻ കഴിയുന്നത്. അങ്ങനെയൊക്കെയുള്ള ആ ചിന്തകളോടുകൂടി ഇവർക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന എനർജി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ കാത്തിരിപ്പുകൾ ഇവിടെ സഫലമാകുന്നുണ്ട്. 10 of Cups വന്നിട്ടുണ്ട്. ഇവിടെ 6 of Wands വന്നിട്ടുണ്ട്. 6 of Wandsനകത്ത് കണ്ടില്ലേ, റെയിൻബോ ആണ്. ഇവിടെ റെയിൻബോയാണ് കാണുന്നത്. കാരണം വെളിച്ചം വരുന്നുണ്ട്, പ്രകാശം വരുന്നുണ്ട്, സഫലത ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഭിലാഷങ്ങൾ പൂവണിയുന്ന ആ സമയമാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. പുതിയൊരു ലൈഫിലേക്ക് പോകാൻ. ഇവിടെയാണെങ്കിലോ 6 of Wands പറയുന്നത് എന്താണ്? ഇവിടെ ബിസിനസ് പരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കാൻ നിങ്ങളുടെ അർഹത, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഹോണസ്റ്റി ആയിട്ട്, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. നിങ്ങളതിന് അർഹിക്കുന്ന ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എക്സാമിനുള്ള വിജയത്തിൽ നിങ്ങളെ അവാർഡുകൾ തന്നല്ലേ റിവാർഡ് തരുന്ന ഒരു അവസ്ഥ. മനസ്സിലായില്ലേ? ആ ഒരു സ്ഥാനമാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുവഴി നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 6 ഒരു മാറ്റത്തെ കുറിക്കുന്നതാണ്. ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഇവിടെ 10 of Cups ആണ് വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈനാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ 10 of Cups എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ, റീയൂണിയൻ സംഭവിക്കാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ സന്തോഷകരമായൊരു ഫാമിലിയിലേക്ക് പാർട്ട്ണർ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കപ്പിൾസിനിടയിലുള്ള ചില ബന്ധങ്ങൾ, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ നിമിത്തം, മിസ്അണ്ടർസ്റ്റാൻഡിങ് നിമിത്തം നിങ്ങൾ പിരിഞ്ഞ് വേർപെട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാം. അവർ എത്തിച്ചേർന്നിട്ട് വീണ്ടും സന്തോഷകരമായൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത്. 10 എന്ന് പറയുമ്പോൾ ഇവിടെ സഫലത തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എൻഡ് ആവുന്നു. വീണ്ടും പുതിയ ലൈഫ് എന്ന് പറയുമ്പോൾ വീണ്ടും അത് വളരെയധികം സന്തോഷത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് കുട്ടികളൊന്നിച്ച് ജീവിതം, ലൈഫ് സന്തോഷിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ അതുപോലെ തന്നെ 2 of Cupsൻ്റെ എനർജിയാണ്. കോംപ്രമൈസ് ചെയ്ത ഒരു ലൈഫിലേക്ക് തീർച്ചയായിട്ടും പരസ്പരം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എനർജിയാണ് ഇവിടെയും പിരിഞ്ഞു പോയവർ എത്തിച്ചേരുന്നു. അതല്ല എങ്കിൽ പുതിയ ചില വിവാഹ ബന്ധങ്ങൾ നടക്കാനുള്ള സാധ്യത, അല്ല എങ്കിൽ പുതിയതായിട്ട് ആർക്കെങ്കിലും നിങ്ങൾ ലവ് പ്രപ്പോസ് ചെയ്യുന്ന എനർജിയും ആവാം. ഇത് വളരെയധികം സന്തോഷത്തിൻ്റേതാണെന്നാണ് ഇവിടെ കാണുന്നത്. റോസ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് അബണ്ടൻസ് കൊണ്ടുവരുന്നതാണ്, പ്രോസ്പെറിറ്റി കൊണ്ടുവരുന്നതാണ്, പുതിയ ലക്ക്, ഭാഗ്യത്തിൻ്റേതാണ് ദിവസങ്ങൾ. ഇതൊക്കെ എന്താണ്? സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെയും പറയാൻ സാധിക്കുന്നത്. അതുപോലെ എംപ്രസിൻ്റെ എനർജി കണ്ടില്ലേ, ഇവിടെ മാര്യേജ് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. ഇവിടെയും മാര്യേജിൻ്റെ സമയമാണ്. മാര്യേജ് നടക്കുന്നു, കുട്ടികളുണ്ടാകുന്നു. വളരെയധികം സന്തോഷത്തോടുകൂടി നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കാനും ആദരിക്കാനും നിങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമയം വരാൻ തുടങ്ങുന്നു. നിങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയം എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് അത്രമാത്രം വിലയുള്ള ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് തരുന്ന വാല്യൂ, മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്ന വാല്യൂ ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ്? ഇതൊരു എംപ്രസിൻ്റെ പദവിയിലേക്ക് നിങ്ങൾ ഉയരുന്നു എന്ന് കണ്ടിട്ട് മനസ്സിലായില്ല. ആ എംപ്രസിൻ്റെ പദവിയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിയുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് നല്ല ജോലി കിട്ടുന്നു, നിങ്ങൾ ഒരുപാട് സാമ്പത്തികമായ കാര്യങ്ങളിലേക്ക് ഉയർച്ച വരുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചില സമയങ്ങളിലാണ് മറ്റുള്ളവർ നിങ്ങൾക്കൊരു വാല്യൂ തരുന്നത്.
മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾ പറയുന്നതും അവർ അനുസരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ 3 ആണ് വന്നിരിക്കുന്നത്. എംപ്രസിൻ്റെ നമ്പർ 3 ആണ്. 3 എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവാനുഗ്രഹമാണ്, വ്യാഴത്തിൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്. ഇവിടെ ഈ വ്യാഴാനുഗ്രഹം വരുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിച്ചു വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, ഭാഗ്യം വർദ്ധിച്ചു വരുമ്പോൾ ഇവിടെ വിവാഹം നടക്കുന്നു, ജോലി ലഭിക്കുന്നു, കുട്ടികളുണ്ടാകുന്നു, സന്തോഷകരമായ ഫാമിലിയിലേക്ക് ഒരുപാട് പേർ നിങ്ങളെ സ്നേഹിക്കാനുണ്ടാവും. നിങ്ങളെ ആദരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾ പറയുന്നതനുസരിക്കാനും ഒരുപാട് ആൾക്കാർ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇവിടെ വരാൻ പോകുന്നത്. ചില ജോലിക്കാര്യങ്ങളിലൊക്കെ പ്രൊമോഷനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ മുൻപ് കണ്ടിരുന്നവർ തന്നെ, മുൻപ് കണ്ട് പുച്ഛിച്ചിരുന്നവർ ഒന്നുകൂടി നിങ്ങളെ ആദരിക്കുന്ന ഒരവസ്ഥ, മനസ്സിൽ വെറുപ്പ് കാണിച്ചാലും പുറമേ നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഒരവസ്ഥ വരാം അല്ലേ? അങ്ങനെയും ചില അവസ്ഥകൾ വരാം. ഇവിടെ അടുത്തതായിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരുപാട് സാമ്പത്തികം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്ത സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുള്ള എനർജിയാണ്. ഇത് ക്ഷമയോടുകൂടി അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നിങ്ങൾ ഒരുപാട് ക്ഷമയുള്ള ആൾക്കാരാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. കാരണം എന്താണ്? ക്ഷമ എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് കിട്ടും നാളെ കിട്ടും. പലർക്കും ധൃതിയാണ് അല്ലേ? അപ്പോൾ നിങ്ങളിൽ പലർക്കും ഇവിടെ ആ ഒരു ധൃതി മാറ്റി വയ്ക്കുകയാണ്. കാരണം എന്താണ്? ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ഈ റീഡിംഗ് ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിന് പൊതുവേ കുറച്ചുകൂടി ഒന്ന് ആശ്വസിക്കാനുള്ള വഴി കിട്ടുന്നു, അല്ലെങ്കിൽ അതിലൊന്ന് മനസ്സിനെ ഒന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്താനുള്ള ഒരു മൈൻഡ് നിങ്ങൾക്കുണ്ടാവുന്നു. ആ ഒരു വാക്കുകളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ടിപ്പോൾ പോകുന്നത്. ക്ഷമ എന്ന വാക്ക് നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്, അതിന് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ക്ഷമ കാണിക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തികത്തിൻ്റെ വരമാണ്. പെൻറ്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനുള്ളത്, വീട് വാങ്ങിക്കാനുള്ള എനർജി ആവാം, അല്ലെങ്കിൽ ഭൂമിയിൽ എന്തെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഭൂമിപരമായ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവാം. അതുവഴി നിങ്ങൾക്ക് ലാഭമുണ്ടാകുന്ന എനർജി, ചിലപ്പോൾ ഷെയർ മാർക്കറ്റിൽ, അല്ലായെങ്കിൽ ചിലപ്പോൾ ചിലരൊക്കെ ഇവിടെ വസ്തുവൊക്കെ വാങ്ങിച്ചിട്ട് മറിച്ച് വിൽക്കുന്ന ലാഭം കിട്ടുന്ന ഒരു ജോലിയിലേക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടുന്ന ജോലിയിലേക്ക് നിങ്ങളിപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ലാഭം നേടാനുള്ള സാധ്യതയും വരുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. സൺ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. സൺ ഓഫ് കപ്സ് മാത്രമല്ല, ഇവിടെ മദർ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇവിടെ 2 കൂട്ടരും പരസ്പരം സ്നേഹം, ഒരുപാട് സ്നേഹത്തിൽ കഴിയുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പുതിയതായിട്ട് ലവ് പ്രപ്പോസ് ചെയ്യുന്നത് ഇവിടെയും അത് തന്നെയാണ്. കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പ്രണയം, അതിനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന എനർജിയാണ്. മറ്റുള്ളവർ ആരോ നിങ്ങളിൽ നിന്നും സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരുപാട് സ്നേഹം, ഹൃദയം നിറച്ച സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന എനർജി. അപ്പോൾ അങ്ങനെ സ്നേഹം കൊടുക്കുമ്പോൾ നിങ്ങളിലേക്ക് അത് തിരികെ അതിന് ഇരട്ടിയായിട്ട് വരിക തന്നെ ചെയ്യും. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെ കാണുന്നത്. അതായത് പ്രണയം തുടങ്ങുന്നു, മറ്റുള്ളവരിൽ നിന്നും അത് സ്വീകരിക്കാനുള്ള ആ ഒരു മനസ്സ്, സ്വീകരിക്കാനുള്ള മനസ്സെന്ന് പറയുമ്പോൾ എന്താണ്? അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് നിങ്ങളുടെ നല്ല സമയത്ത് മാത്രമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കൺട്രോളാണ് വന്നിരിക്കുന്നത്. കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ അധികാര പദവിയാണ്. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്തിരുത്തുക എന്ന് പറയുന്നത് എന്താണ്? ഏത് പൊസിഷനിൽ വരുമ്പോഴാണ്? അതായത് ഒരു അധികാര പദവി കൈവരുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്തിരുത്താൻ സാധിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ എംപററുടെ പദവിയാണ് ഇവിടെ. എംപററുടെ പദവി എന്ന് പറയുമ്പോൾ എന്താ? അധികാര പദവി. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുന്ന ഒരു സമയത്തേക്ക് വരാൻ പോകുന്നുണ്ട്. വീട്ടിലെ വീട്ടുകാര്യങ്ങളിലായാലും നിങ്ങളാണ് ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഗ്രഹനാഥ. നിങ്ങൾ പറയുന്നത് പോലെ മറ്റുള്ളവർ അനുസരിച്ച് പൊയ്ക്കൊള്ളും, അത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു അധികാര പദവിയിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ എന്താണ് ഏറ്റവും അത്യാവശ്യം? സാമ്പത്തികത്തിൻ്റെ പിന്തുണയാണ്. അപ്പോൾ ഈ സാമ്പത്തികത്തിൻ്റെ പിന്തുണ ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് വരുന്നുണ്ട്, വന്നു ചേരാൻ തുടങ്ങുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കാൻ ബാധ്യസ്ഥരായിട്ട് വരുന്നുണ്ട്.
മനസ്സിലായില്ലേ? അങ്ങനെ തന്നെ അധികാര പദവിയിലേക്ക് നീങ്ങുന്ന ഒരു സമയമാണിതെന്ന് കാണുന്നത്. ഈ അധികാര പദവിയിലേണ്ട കണ്ടില്ല, ഇവിടെ അബണ്ടൻസ് വരാൻ തുടങ്ങുന്നു, നിങ്ങളിലേക്ക് സമൃദ്ധി ഐശ്വര്യം ഒക്കെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. അതുവഴിയാണ് നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കാൻ തുടങ്ങുന്നത് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുവഴി സെലിബ്രേഷൻ, ഇന്ന് പലരും ജീവിതത്തിൽ പല സെലിബ്രേഷനുകൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ പിറന്നാൾ ആഘോഷമാവാം, കുഞ്ഞിൻ്റെ ജനനമാവാം, വിവാഹ കാര്യങ്ങളിലുള്ള സെലിബ്രേഷൻ ആവാം, അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങിയതിലുള്ള സെലിബ്രേഷൻ ആവാം, അല്ലെങ്കിൽ വീടിൻ്റെ പാലുകാച്ചലാവാം, അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കുന്നതിലുള്ള സെലിബ്രേഷൻ ആവാം. ഇങ്ങനെ പല കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. പരസ്പരം സന്തോഷിക്കുന്നതുമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഇവിടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം വരുന്നുണ്ട്. ഇവിടെ ബിയോണ്ട് ഇല്യൂഷൻ കണ്ടില്ലേ, ഇവിടെ വരുന്നത് എന്താണ്? ഒരുപാട് പേർക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥ. ഈ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുമ്പോൾ തേർഡ് ഐ ചക്രയുടെയൊക്കെ ആക്ടിവേഷൻ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾവിളികളാൽ മനസ്സിലാക്കാൻ കഴിയുന്നു. ഉൾവിളികളാൽ മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോഴെന്താണ്? എന്തെങ്കിലും ചോദ്യത്തിനുള്ള ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന ചില സമയത്ത് ഉള്ളിൽ നിന്ന് തന്നെ അതിനുള്ള മറുപടി ലഭിക്കും. അപ്പോൾ തന്നെ സംതൃപ്തിയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെയോ, ഇവിടെ ഫുൾ വന്നിരിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു തുടക്കമാണ്. കണ്ടില്ലേ, മുൻപിൻ നോക്കാതെ തുള്ളിച്ചാടി നടക്കുന്ന ഒരവസ്ഥ. കാരണം എന്താണ്? ഇവിടെ ഡിവൈൻ ബ്ലസ് പെട്ടെന്നാണ് നിങ്ങൾക്കുണ്ടായത്. ദൈവാനുഗ്രഹം പെട്ടെന്നൊരു ദിവസം ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചു എന്നൊരു തോന്നൽ വരുന്നത്. അത്രമാത്രം സന്തോഷത്തോടു കൂടി ദൈവത്തിൽ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ്. അത് ലൈഫിലൊരു പുതിയ തുടക്കത്തിന് തന്നെ വഴി തെളിക്കുന്നു. മനസ്സിലായില്ലേ? ഇവിടെ പുതിയ തുടക്കമാണ് എന്ന് കാണുന്നു. ജീവിതത്തിൽ പുതിയ തുടക്കം പലർക്കും വരാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കില്ല. എല്ലാവർക്കും നല്ലത് വന്നു ചേരട്ടെ, എല്ലാവർക്കും എന്നും ആഘോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.